അവനെ ഞാൻ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ടല്ലേ എന്റെ ഡാഡി പോലും തള്ളി പറയേണ്ടി വന്നത്. അമ്മ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം തുറന്നു പറയേണ്ടി വരും. നിനക്കെന്റെ സ്വത്തുക്കൾ വേണോ അല്ലേ? പട്ടിയെ കൊല്ലുന്ന പോലെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. അവനെ നീ വെറുക്കുന്നതിന് മുമ്പ് ഇനിയെങ്കിലും അവൻ ആരാണെന്ന് നീ അറിയണം. നിന്നെ കുറിച്ച് എല്ലാം അറിയേണ്ട കാര്യം എനിക്കെന്താടാ? നിങ്ങളത് അറിയണം. ഒരു നിമിഷം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. അപ്പോ നീ രാജരാമവർമ്മയുടെ മകൻ. അവൻ നിന്റെ കോളേജിൽ ചേരാൻ കാരണം ഞാനാ. നിന്നെ പ്രേമിക്കാൻ കാരണവും ഞാനാ. അവനെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം ഞാനാ. അവൻ സ്വത്തുക്കൾ ചോദിച്ചത് അവൻ അനുഭവിക്കാൻ വേണ്ടിട്ടല്ല, എന്റെ ചേട്ടന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ, അത് നേടാൻ വേണ്ടിയാ. നമ്മൾ കഴിക്കുന്ന ആഹാരം അവന്റെയാ, സഞ്ചരിക്കുന്ന കാർ അവന്റെയാ. എന്തിന്? നിന്റെ അച്ഛൻ ശ്വസിക്കുന്ന ശ്വാസം പോലും എന്റെ ഏട്ടൻ കൊടുത്ത ഭിക്ഷയാ. അവൻ എന്റെ ഏട്ടന്റെ മോനാ, സിംഹക്കുട്ടിയാ. ഒരെണ്ണ ഇട്ട് തന്നാണല്ലോ, രണ്ടാമതൊന്നും വേണ്ടിവരില്ല. ഇന്നിപ്പോ ഞാനും അന്നെന്റെ അച്ഛനും നിങ്ങളെ വെറുതെ വിട്ടത് ഒരേ ഒരു കാരണം കൊണ്ടാ. നിങ്ങൾ എന്റെ ആന്റിയുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയതുകൊണ്ട് മാത്രം. ഇല്ലായിരുന്നെങ്കിൽ തന്റെ ഈ തല എന്റെ അച്ഛനെ എടുക്കാതെ വിട്ടെങ്കിലും ഇന്നിപ്പോ ഞാനെങ്കിലും അർത്ഥം മുറിച്ചെടുത്തേനെ. പോടാ. നോക്ക്, വരുന്ന 21-ാം തീയതി രഥോത്സവത്തിന്റെ അന്ന് തന്റെ മോളെ ഒരു കല്യാണ പെണ്ണാക്കി ഒരുക്കി താൻ ചോളവാരത്തേക്ക് കൊണ്ടുവന്നിരിക്കണം.
എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലാക്കിയ ശേഷം ആ ദിവസം എന്റെ അച്ഛന്റെ ലക്ഷ്യം നിറവേറിയിരിക്കണം. നടക്കാതെ പോയാൽ ഞാൻ എന്റെ അച്ഛനെ പോലെ ഒരിക്കൽ കൂടെ ക്ഷമിക്കില്ലെന്ന് നീ ഓർത്തോ. മോളെ മഹി, ഓ സീതേ, മോളെവിടെ? അവൾ ബണ്ണിയെ കാണാൻ പോയി. സോറി ബണ്ണി, ഞാൻ ഒന്നും അറിയാതെ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. ഐ എം റിയലി സോറി. സ്നേഹത്തിനിടയിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി പിന്നീട് തിരിച്ചറിയുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂടും. ബണ്ണി, എന്തിനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ആ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാ. ഡാ, നീ അന്ന് കൊന്നത് രാജരാമവർമ്മയുടെ മകനെയല്ല, രാമചന്ദ്രന്റെ മകനെയാ. ഓഹോ, അതിന്? ഓ അതിന്? ഓ, അവൻ എത്ര സിമ്പിൾ ആയിട്ടാ ചോദിക്കുന്നത് കണ്ടില്ലടാ. കണ്ണില്ലാതെ എങ്ങനെ കാണാനാണ്? ഓ, ഇവനെ ഇന്ന് ഞാൻ അതിനിങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? ഇപ്പൊ അവൻ എങ്ങ് കൊന്നാ പോരെ? പറഞ്ഞപ്പോ അങ്ങ് തീർന്നു. അവനിപ്പോ വെറും കൊച്ചു പയ്യനല്ല, 6 അടി ഉയരമുള്ള ആറ്റം ബോംബാ. ഓ, അവന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ എന്റെ തല പെരുക്കുക. അവനത്ര നിസ്സാരക്കാരൊന്നും അല്ലടോ. ഞാനും അത്ര നിസ്സാരക്കാരനൊന്നല്ലോ. ആ എന്നാ ചെന്ന് കൊല്ല്. അത് കഴിഞ്ഞ് എന്നെ ഒന്ന് കാണ. ഇത്ര കാലവും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചെരുപ്പിന് സമമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. എന്താ അത്? നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. നീ 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 നിന്റെ മകൻ എന്റെ മകളെയോ? അത് തന്നെയാ പറഞ്ഞത്. നിങ്ങൾക്കിതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ ഞാൻ അവനെ കൊല്ലൂ. അണ്ണാ, ബണ്ണിയെ കുറിച്ചൊന്നും അറിഞ്ഞൂടാത്തോണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൊല്ലുന്നത് അവനായിരിക്കും. Shut up. നിങ്ങൾ പറ, എന്തു ചെയ്യണം? എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? എന്റെ ഈ സ്നേഹത്തെ ശത്രുതയാക്കി മാറ്റുന്നതിനേക്കാൾ ബന്ധുത്വമാക്കി മാറ്റുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത്? എന്ത് ചെയ്യാനാ മോളെ? നിന്നെ ഏതെങ്കിലും ടാറ്റയുടെയോ ബിർളയുടെയോ കുടുംബത്തിലേക്ക് ആകാശത്തിനും ഭൂമിക്ക് ഇടയിൽ വെച്ച് കല്യാണം നടത്തി അയക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല ഈ ഡാഡിക്ക്. ഡാഡി വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കില്ല. എന്താടി ഇതിൽ നീ വല്ലതും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? തീർച്ചയായും ബണ്ണി ഇവിടെ വരികയും ഇവളെയും കൊണ്ട് പോവുകയും ചെയ്യും. അതാ ഉദ്ദേശമെങ്കിൽ വരണ്ടെന്ന് പറ. വന്നാ തിരിച്ചു പോവില്ല. ആ മഹാദേവനുണ്ടല്ലോ, മനുഷ്യനുള്ള മൃഗവാ. ആ മൃഗം നിങ്ങളെ തിന്നാതെ നോക്കിക്കോ. നോക്കിക്കൊള്ളാവടി. നീ കണ്ടോ, അവൻ വന്നാ എങ്ങനെ തിരിച്ചു പോകുന്നെന്ന് കാണാലോ. എന്താ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഇതുവരെ എല്ലാം കറക്റ്റ് ആണ്. കല്യാണം കൂടാൻ വന്നവരുടെ ഇടയിലെല്ലാം മഹാദേവന്റെ ആൾക്കാരെ എടാ സത്യ, അണ്ണാ, എടാ സത്യ, എനിക്ക് ഈ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ലടാ. അണ്ണ ഇവിടെ ഉണ്ടായിരുന്ന അണ്ണ ഞാൻ ചുമ്മാ പറഞ്ഞ അണ്ണ. എടാ സത്യ, അമ്മയുടെ മുഖത്ത് സന്തോഷമാണോ അതോ സങ്കടമാണോ നോക്കി പറയടാ. സന്തോഷമാണ്. എന്നാ ബെണ്ണി തീർച്ചയായും വരികയും ചെയ്യും, കല്യാണം മുടക്കും. അണ്ണാ, ആ ബണ്ണി വരുന്നുണ്ടോ? ഇനി ഇവിടെ നടക്കുന്നതല്ല ഒരു ക്രിക്കറ്റ് കമന്ററി പോലെ നീ എനിക്ക് പറഞ്ഞു തരണേ.
അവൻ വലിയ ഹീറോയെ പോലെ ചോക്ലേറ്റിൽ നിന്ന് മോളെ സൈറ്റ് അടിച്ച് കാണിക്കുക. കയ്യും കാലും വിറയ്ക്കുന്നുണ്ടോ നോക്ക്. അവന് യാതൊരു വിറയിലും ഇല്ല. ഞാൻ ചോദിച്ച അണ്ണന്റെ കാര്യമാടാ. വെളിച്ചപ്പാടിനെ കൂട്ട് വിറയ്ക്കുവാണ. ഇതെങ്ങനെയാ കാണാതെ അണ്ണന് മനസ്സിലായത്? എക്സ്പെക്ട് ചെയ്തതാ. അണ്ണാ തീർത്തേക്കട്ടെ. താലികെട്ടിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഈ സോമരാജ് തന്നെ നമുക്കെതിരെ തിരിഞ്ഞേക്കും. നോക്കാം അവൻ എന്താ ചെയ്യുന്നെന്ന്. ഇത് നിന്റെ വെറും ഹോസ്റ്റലാണെന്ന് കരുതരുത്. ഇത് പുലിമടയാണെന്ന് നീ ഓർത്തോ? കാടാണോ പുലിമടയാണോ സിംഹക്കുട്ടികൾ നോക്കാറില്ല. അണ്ണാ അണ്ണാ ഇത് ഇവന്റെ ഡയലോഗൊന്നുമല്ല, പഴയ നടൻ ജയന്റെയാ. ഇനി വേഗം വധുവരന്മാര് പോയി കല്യാണ വസ്ത്രങ്ങൾ മാറി വരിക. മോളെ മഹി. എന്താ ഡാഡി? ഓ, എന്തൊക്കെയാടാ നടക്കുന്നത്? എന്തോ നടക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മോളെ. ആ ആ ഇനി വധുവരന്മാരെ കൊണ്ടുവരിക. ആ ആ മോളെ. മോളെ 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 കഥ തുറക്ക്. മോളെ മോളെ കഥ തുറക്ക്. മോളെ 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 കഥ തുറക്ക്. എന്തിനാ ബഹളം വെക്കുന്നത്? എന്താ ഡാഡി കാണിക്കുന്നത്? അല്ല മോളെ, മുഹൂർത്തത്തിന് സമയമായി. അണ്ണാ കല്യാണ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയണ്ണ. മോനെ എടാ നിക്ക്, അവനെ ഒന്നും ചെയ്യരുത്. എന്റെ മോനിപ്പോൾ അവന്റെ കസ്റ്റഡിയിലാ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് സർ. സോമരാജ്, നിങ്ങൾക്കൊരു മനുഷ്യനായി മാറാനുള്ള അവസാനത്തെ ചാൻസ് ആയത്. മാറണം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചോളവാരത്തേക്ക് വാ. വന്നില്ലെങ്കിൽ നീ വിളിച്ചോണ്ട് വാ. ഇല്ലെങ്കിൽ നിന്റെ ഒരേ ഒരു മകനുണ്ടല്ലോ, അവനെ നീ ഇനി കാണില്ല. ബൈ. ഓം ഗോവിന്ദായ നമഃ. വേണ്ടടാ, ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ട. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. എല്ലാം മറന്നേക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ എന്നോടൊന്ന് ചോദിച്ചു. അവന്റെ അച്ഛനെ കൊന്നവനാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്റെ ജീവിതം ഓർത്തിട്ടാ നിങ്ങളുടെ ജീവൻ എന്റെ മരുമകൻ വിട്ടു തന്നത്. നമ്മുടെ മോളുടെ ജീവിതം ഓർത്തിട്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയെങ്കിലും മാറിക്കൂടെ? ഞാൻ പണത്തിന് വേണ്ടി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എത്ര കോടി രൂപ സമ്പാദിച്ചു കൂട്ടിയാലും എനിക്ക് വാങ്ങാൻ പറ്റാത്ത ഒന്നുണ്ട്: എന്റെ മകളുടെ മനസ്സിലെ സന്തോഷം. ഞാൻ മിണ്ടാതിരുന്നപ്പോ ഡാഡിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ മരിച്ചുപോയ ഡാഡിക്ക് അത് സഹിക്കാൻ പറ്റും. എല്ലാ തെറ്റുകളും ഞാൻ സമ്പത്തിന് വേണ്ടിയാ ചെയ്തത്. എന്നാൽ എന്റെ മകൾക്ക് വേണ്ടി വേണ്ട. വേണ്ടടാ, എന്റെ മഹാലക്ഷ്മിയെ അവന് തന്നെ കൊടുത്തേക്കാം. വേണ്ട, വേണ്ട മഹാദേവ, വേണ്ട. നരസിംഹസ്വാമിക്ക് നരസിംഹസ്വാമിക്ക് നരസിംഹസ്വാമി. നരസിംഹസ്വാമിക്ക് 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 നരസിംഹസ്വാമിക്ക്. എന്റെ മോനെ എവിടെടാ? മര്യാദക്ക് എന്റെ മോനെ വേഗം കൊണ്ടുവരുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ വെറും ഒരു മനുഷ്യനാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, മൃഗമാടാ. പിഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, പടുവൃദ്ധന്മാരാണെങ്കിലും തല കൊയ്തെറിയുന്ന മൃഗം. മഹാദേവ,
വേണ്ട. ഇന്നലെ വരെ ഇവനൊരു മൃഗമായിരുന്നു, ഇന്ന് പെട്ടെന്ന് അവൻ വലിയ മഹാത്മാവായിരിക്കുന്നു. എടാ, ഇവന്റെ മകളുടെയും എന്റെ മകന്റെ വിവാഹം ഇപ്പോ ഇവിടെ വെച്ച് നടക്കണം. ഇവന്റെ സ്വത്തുക്കൾ മുഴുവൻ എന്റേതാകണം. അത് നീ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെല്ലാം നശിപ്പിക്കും ഞാൻ. എടാ, നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ അച്ഛനെ ഈ ഞാനാടാ കൊന്നത്. എന്താടാ നീയൊക്കെ കുരച്ചോണ്ട് വരുന്നത്? എല്ലാത്തിനും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും ഞാൻ. കണ്ടില്ലേ ടാങ്കർ കിടക്കുന്നത്? പുതുതായി ഇറങ്ങിയ പെട്രോൾ ആണടാ. എന്ത് മൈലേജ് ആണെന്നറിയോ? എത്ര പേരെ വേണമെങ്കിലും കത്തിക്കാം. ഏയ്, എന്റെ മോനെ മര്യാദയ്ക്ക് കൊണ്ടുപോടാ. എന്താടാ മിണ്ടാത്തത്? ഞാൻ പൂജിക്കുന്ന ഈ ലക്ഷ്മി നരസിംഹസ്വാമിയെ സാക്ഷിയാക്കി പറയുക, നിന്നെ ഞാൻ ഇവിടുന്ന് ജീവനോടെ ഇന്ന് പോകാൻ അനുവദിച്ചാൽ ഞാൻ പിന്നെ രാജരാജവർമ്മയുടെ പുത്രനെ ആയിരിക്കില്ലടാ. സബാഷ്, അതേടാ, ആ ധൈര്യമുണ്ടാവട്ടെ, അങ്ങനെ ധൈര്യമുണ്ടാവട്ടെ. ഈ പ്രശ്നം നീയും ഞാനും തമ്മിലാ. ഇതിൽ നിന്റെ ആൾക്കാരും ചാവരുത്, എന്റെ ആൾക്കാരും ചാവരുത്. ഞാൻ ഒറ്റയ്ക്കാ വരുന്നത്. നീയോ ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഇനി മുതൽ നീയോ ഞാനോ ഒരാളെ ഉണ്ടാവൂ. വാടാ. എന്താടാ ധൈര്യമില്ലേ നിനക്ക്? നീ ആണാണെങ്കിൽ വാടാ. നിന്നെ കൊന്ന ചിതയിൽ നിന്നാ ഞാൻ ചോളവാരം പ്രൊജക്ടിന് തറക്കല്ലിടാൻ പോകുന്നത്. വാടാ, വാ. ഒന്ന് പോടാ. നീ എന്റെ ഈ കാൽമുട്ട് വരെയല്ലേ ഉള്ളൂ. നാവടക്കടാ പൊന്ന ചെറ്റേ. വാ. അടിക്ക്. വാടാ. നിന്റെ ജീവനേക്കാൾ നിന്റെ അച്ഛന്റെ ലക്ഷ്യമാണ് വലുത്. എനിക്ക് കൊല്ലവനെ. കൊല്ലവനെ. Oh!
നമസ്കാരം സർ. നമസ്കാരം. നീയാണോ ബണ്ണി? അതെ സർ. ആഹാ, നീ നിന്റെ അച്ഛന്റെ പേരിനൊപ്പം കുടുംബത്തിന്റെ അന്തസ്സും നിലനിർത്തി. ഐ റിയലി അപ്രീഷിയേറ്റ് യു. താങ്ക് യു സർ. സർ, ഈ ചോളവാരം പ്രോജക്റ്റ് എന്റെ അച്ഛന്റെ സ്വപ്നോ. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ അതിനുവേണ്ടി വിട്ടുകയറിയ. ദാ സാർ ഡോക്യുമെന്റ്സ്. ആ പ്രോജക്റ്റ് നടക്കണം സർ.